ഹലോ ഹായ്, ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ സേവ് ആപ്പിലെ മൈ ലൈഫ് കണ്ടില്ല. മൈ ലൈഫിൽ 3 ഫീച്ചർ അടങ്ങിയിട്ടുണ്ട്: ടാസ്ക്, ഡയറി, ഡ്രീം. ഓക്കെ, ഈ 3 ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമായി ടാസ്ക് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്താണ് ഈ ടാസ്ക്? നമുക്കറിയാം, ഒരുപാട് പ്രോഗ്രാംസുകൾ, കമ്മിറ്റ്മെൻറ്റുകൾ അല്ലേ എല്ലാം ഉള്ള വ്യക്തികളാണ്. അതിപ്പോൾ അടുത്ത മാസമായിരിക്കാം, 2 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് മുൻകൂട്ടിയിട്ട് ടാസ്കിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കും. ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ ടൂണ് വഴി നമ്മുടെ ആ ടൈം ആകുമ്പോൾ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കും. അതിനാണ് ഈ ടാസ്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ആദ്യമായി നമ്മുടെ താഴെ കാണുന്ന ആ റെഡ് പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ല, നെയിം, സെലക്ട് ഡേറ്റ്, ടൈം, റിമൈൻഡ് ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നെയിം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ നെയിം എന്താണോ അതെന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. പ്രോഗ്രാം ഏതാണോ, ഇപ്പോൾ കല്യാണമാണോ, മീറ്റിംഗ് ആണോ, വേറെ എന്തെങ്കിലും ഫംഗ്ഷനാണോ, സേവ് ആപ്പിൻ്റെ പ്രോഗ്രാമാണോ, എല്ലാം എന്ത് ചെയ്യാം, നമ്മൾ ഇത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ നെയിമിൽ ഞാൻ കല്യാണം കൊടുക്കും, കല്യാണം. ഓക്കെ, സെലക്ട് ഡേറ്റ്, എന്നാണ് ആ കല്യാണത്തിൻ്റെ ഡേറ്റ്. ഒക്ടോബർ 10-ാം തീയതിയാണ് കല്യാണം വിചാരിക്കാം. ഒക്ടോബർ 10-ാം തീയതി. സെലക്ട് ടൈം, ഇന്ന ടൈമിൽ. ഓക്കെ, 11 മണിയായോ? ഓക്കെ, ഓക്കെ. റിമൈനിങ് ഡേറ്റ്, എനിക്ക് ഒക്ടോബർ 10-ാം തീയതിയാണ് കല്യാണം. എനിക്കത് ഒക്ടോബർ 9-ാം തീയതി എന്നെ അത് ഓർമ്മിപ്പിക്കണ്ടേ? 10-ാം തീയതി ഓർമ്മിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലോ. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഓർമ്മിക്കുന്നത് വേണ്ടി റിമൈനിങ് ഡേറ്റ് അവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ആ ഡേറ്റ് റിമൈൻഡർ ഒക്ടോബർ 10-ാം തീയതി കല്യാണത്തിൻ്റെ, ഒക്ടോബർ 9-ാം തീയതി എന്നെ അത് ഓർമ്മിപ്പിക്കണം. എന്നാലും എനിക്ക് 10-ാം തീയതി കല്യാണത്തിന് ഒരുങ്ങാൻ പറ്റുകയുള്ളൂ. ഓക്കെ, വൺ ടൈം ആയിട്ട് നമുക്ക് ടൂണ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഞാൻ സേവ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ടാസ്കിൽ ആഡായി. ഇനി നമുക്ക് ആ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരു ടൂണ് വന്ന് നമ്മുടെ ഒരു റിമൈൻഡിങ് ടൂണ് വഴി വരും. അപ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റും. ഇന്ന് 9-ാം തീയതി എനിക്ക് നാളെ കല്യാണം ഉണ്ടെന്നുള്ളത് 9-ാം തീയതി തന്നെ നമ്മുടെ ആപ്പ് ഓർമ്മിപ്പിച്ചിരിക്കുന്നു, കല്യാണമാണ്. അങ്ങനെയാണ് ഈ ടാസ്ക്. അപ്പോൾ ടാസ്കിൽ നമുക്ക് പലതും, കല്യാണങ്ങളോ മീറ്റിങ്ങുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് വീണ്ടും ഇതുപോലെ കൊടുത്തിട്ട് അടുത്തത് നെയിം കൊടുക്കുക. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും പല പ്രോഗ്രാമുകളും നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഡയറി എന്നുള്ള ഫീച്ചറാണ്. ഡയറി കണ്ടില്ലേ, ഡയറി. എന്താണ് ഡയറി? നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ആളുകൾ ടൈമില്ല, എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കുന്നൊരു കാലഘട്ടമാണ്. ഓക്കെ, നമ്മൾ പല ആളുകളും എന്താ പറയുക, ആത്മകഥകൾ എഴുതുന്നവരുണ്ടാവാം, പാട്ട് എഴുതുന്നവരുണ്ടാവാം, സ്റ്റോറി എഴുതുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ്, ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് ഡയറി. ഇത് നമ്മുടെ ഡിജിറ്റൽ ഡയറി എന്ന് പറയും. നമ്മൾ പേനയും പേപ്പറും എടുത്ത് എഴുതുന്നതിന് പകരം നമ്മുടെ ആപ്പിലൂടെ നമുക്കിത് എഴുതിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയായി ഇത് താഴെ കാണുന്ന ഈ റെഡ് ബട്ടൺ, പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് പല ഭാഷകളിൽ ഉപയോഗിക്കാതെ അറിയാമല്ലോ, നമ്മുടെ ആപ്പ് പല ഭാഷകളിൽ ഉപയോഗിക്കാം. ഞാനത് എൻ്റെ ഇത് ഇംഗ്ലീഷിൽ നിന്നുള്ള എടുക്കാനാണ്. ഓക്കെ, അത് കിടന്നോട്ടെ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ്, നമുക്ക് ഡേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡേറ്റയിൽ മാറ്റാൻ പറ്റും. അത് ആദ്യമായി നമുക്ക് വേണ്ടത്, നമ്മുടെ ഒരു എന്താണെങ്കിലും നമ്മൾ ഡയറി എഴുതുമ്പോൾ നമുക്കതിനൊരു ഹെഡ് ഉണ്ടാവും അല്ലേ, ഒരു ഹെഡ് കൊടുക്കും. എല്ലാത്തിനും ക്യാപ്ഷൻ കൊടുക്കണ്ടേ? അപ്പോൾ ക്യാപ്ഷൻ, ആ ഹെഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ റെഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സബ്ജക്റ്റ്, എന്താണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റോറി, ഞാനൊരു സ്റ്റോറി എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ജസ്റ്റ് ആഡ് കൊടുത്തു. എന്നിട്ട് എൻ്റെ ഡാറ്റ കണ്ടില്ല താഴെ, ഈ എൻ്റെ ഡാറ്റയിൽ എന്ത് ചെയ്യാം, എനിക്ക് ആ സ്റ്റോറി ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ടൈപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കീപാഡ്, ഇപ്പോൾ പല കീപാഡുകളിലും വോയിസ് വിട്ടാൽ ടൈപ്പ് ചെയ്യുന്ന കീപാഡുകളുണ്ട്. അപ്പോൾ എൻ്റെ ഇതിലുണ്ട് അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ കീപാഡിൽ വോയിസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെയാണ്? കണ്ടില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് അതിങ്ങനെ ടൈപ്പ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഇതിൽ എഴുതും ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് വിട്ടാൽ അതിങ്ങനെ എന്ത് ചെയ്യും, അത് റെക്കോർഡാവും ചെയ്യും. ഓക്കെ, കണ്ടില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി വയ്ക്കുക. സ്റ്റോറി കണ്ടില്ലേ, സേവ് ആയിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ എഴുതുന്നു, വേണമെങ്കിൽ എനിക്കിത് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് അടുത്ത് ഞാൻ ഇപ്പോൾ സ്റ്റോറി ചെയ്ത് എനിക്കൊന്ന് സോങ് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, താഴെ കാണുന്ന ആ റെഡ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു ഹെഡ് കൊടുക്കുന്നു, ഒരു സോങ് കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ സോങ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ആ സോങ് ആഡ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ സോങ്ങിലേക്ക് മാറ്റാം. എൻ്റെ ഡാറ്റ സോങ് എഴുതാം, സോങ്ങോ കവിതയോ എന്താണോ നമ്മൾ കൊടുക്കുന്ന ഹെഡിനനുസരിച്ചിട്ട് ഇങ്ങനെ വോയിസ് ആണെങ്കിൽ വോയിസ് വിടാം. വോയിസ് ഇടുമ്പോൾ അതിങ്ങനെ ടൈപ്പ് ചെയ്യും. കണ്ടില്ലേ? അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിത് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് കൊടുക്കാം. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോറി സോങ്. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റോറി ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി നോക്കാം. സോങ് ആണെങ്കിൽ സോങ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് സോങ് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഡയറി എന്നുള്ള ഫീച്ചർ. നല്ലൊരു ഫീച്ചറാണ്, എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഡ്രീം. എന്താണ് ഡ്രീം? നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന വ്യക്തികളാണ്. പല ആളുകൾക്കും പല സ്വപ്നങ്ങളായിരിക്കാം. ചില ആളുകൾക്ക് യാത്രകളോടായിരിക്കും താല്പര്യം. എനിക്ക് വേൾഡ് ടൂർ അടിക്കണം, അമേരിക്കയിൽ പോകണം, UK പോകണം, അങ്ങനെ യാത്രകളോട് താല്പര്യമുള്ള ഡ്രീംസുള്ള ആളുകളുണ്ടായിരിക്കാം. അതെ, അവരുടെ ഡ്രീം എന്ന് അതായിരിക്കും, ലോകം സഞ്ചരിക്കുക. ചില ആളുകൾക്ക് നല്ലൊരു വാഹനം, ഇത്ര ലക്ഷം രൂപയുടെ ഒരു വാഹനം എന്നെ എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ചില ആളുകൾ എനിക്ക് നല്ലൊരു വീട് വേണം. അപ്പോൾ നമ്മളെ ഡ്രീമിന് വേണ്ടി നമ്മളിവിടെ ഡ്രീം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ഡ്രീം ഒന്ന് ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്ന ആ റെഡ് പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ മേലെ കണ്ടില്ല, സെലക്ട് ടാർഗറ്റ്. എന്താണ് നമ്മൾ ടാർഗറ്റ്? വീടാണോ, വാഹനമാണോ, എന്താണോ അത് നമുക്ക് ഈ ടാർഗറ്റിൻ്റെ അവിടെ ഈ കാണുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിളുണ്ട്, ന്യൂ ഹോം ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എമർജൻസി, ഹെൽത്ത് കെയർ, പാർട്ടി, ചാരിറ്റി എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഞാനിവിടെ വെഹിക്കിൾ ഞാൻ സെലക്ട് ചെയ്തു. എന്താണ് ആ വെഹിക്കിൾ, ടാർഗറ്റ് നെയിം ഞാൻ ഉദ്ദേശിച്ച ഒരു കാറാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാർ കൊടുക്കും. ടാർഗറ്റ് എമൗണ്ട്, ആ കാറിൻ്റെ ഏകദേശമുള്ള റേറ്റ്. കാരണം നമ്മൾ ഇന്ന കാർ ആഗ്രഹിക്കുന്നു, ആ കാറിന് ഇത്ര അതിൻ്റെ റേറ്റ് നമുക്കറിയാലോ. ഞാൻ 25 ലക്ഷം 25 ലക്ഷം രൂപയുടെ കാർ കേട്ടോ. അതാണ് ഞാൻ ആഗ്രഹിച്ച ഇത്, 25 ലക്ഷം രൂപയുടെ കാർ. അതിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ 0, ഞാനൊന്നും ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. സേവ്ഡ് എമൗണ്ട്, ഞാൻ ആ 25 ലക്ഷത്തിലേക്ക് എന്തെങ്കിലും എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടോ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാനൊരു 10,000 രൂപ ഞാൻ ആ 25 ലക്ഷത്തിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സെലക്ട് ടാർഗറ്റ് ഡേറ്റ്. എനിക്ക് ആ കാറ് എപ്പോഴാണ് എനിക്ക് സ്വന്തമാക്കേണ്ടത്, ആ ഒരു ഡേറ്റ് നമുക്കുണ്ടായിരിക്കില്ലേ. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2030 വിചാരിക്കുക, 2030 ഓഗസ്റ്റ് 26. ഓക്കെ, ഞാൻ സെലക്ട് ആ ഡേറ്റ്. ഇനി ആഡ് മൈൽ സ്റ്റോൺ, അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നോട്ട്സിൽ വേണമെങ്കിൽ നിങ്ങൾ എന്താണോ എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നോട്ട്സിലൊക്കെ ആഡ് ചെയ്ത് വെക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആഡ് കൊടുത്താൽ ഇവിടെ ഇങ്ങനെ കാണാം, കണ്ടില്ലേ? ഇതിനെ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. നോക്കി നോക്കിയാൽ നമ്മുടെ കാറിൻ്റെ ആ ടാർഗറ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത എമൗണ്ട് എത്രയാണ്, സേവ്ഡ് എമൗണ്ട്. അപ്പോൾ ഞാൻ ഈ 25 ലക്ഷം രൂപയുടെ കാറിലേക്ക് 10,000 രൂപ ഞാൻ ഇതിലേക്ക് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.4% 0.4% ഞാൻ അതിലേക്ക് എത്തിയിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ വീണ്ടും ഈ ആഡ് എമൗണ്ട് കൊടുത്തിട്ട് ഇതിൽ വീണ്ടും ഞാനിപ്പോൾ ഒരു
25,000 രൂപ ഞാൻ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. എനിക്ക് ആഡ് ചെയ്ത് ഇപ്പോൾ കണ്ടില്ലേ 35,000 രൂപ കാണിക്കുന്നു. 25 ലക്ഷത്തിനേക്കാളിലേക്ക് ഞാൻ 35,000 രൂപ അടച്ചു. 1.40% ഞാൻ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് വേണമെങ്കിലും, കാറാണോ വീടാണോ എന്ത് വേണമെങ്കിലും നമുക്കതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കാര്യങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.